അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു GDൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യണമെന്നുള്ള കാര്യം. നമ്മൾ ഓൾറെഡി വാട്സപ്പ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ റിസൾട്ട് ഡിലേ ആകുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ ബേസിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളും അതുപോലെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ GDനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കർണാടക കേരള റീജിയൻ്റെ വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്ന് പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 28/5/2025 ഒരു അപ്ഡേറ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതായത് ഉദ്യോഗാർത്ഥിൻ്റെ റോൾ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സമയത്തുള്ളതേ അല്ല, ഇവിടെ ശ്രദ്ധിക്കുക. 22ാമത്തെ, അതായത് 2022 തീയതി, ആ ഒരു വർഷത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. SSC GD കോൺസ്റ്റബിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിവൈസ്ഡ് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥിൻ്റെ റോൾ നമ്പർ അടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആളാകാൻ സാധ്യത കുറവാണ്. കർണാടക ആയിരിക്കും എന്തായാലും. അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ KKRയുടെ വെബ്സൈറ്റിൽ കയറിയ ലിസ്റ്റ് കിട്ടും. ഒറ്റൊരു ലിസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതായത് GDയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ 2025 GD കോൺസ്റ്റബിളുമായി റിലേറ്റ് ചെയ്ത എന്താണ് കാര്യം നടക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ആധാറുമായിട്ടുള്ള അപ്ഡേറ്റ്. കുറച്ചധികം നാളുകളായിട്ട് ആധാർ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇത് നടക്കാനുള്ള കാരണം, മുൻ വർഷങ്ങളിൽ ചീറ്റിംഗ് നടന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. GD കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷകളിൽ ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ തവണ കൂടുതൽ എക്സാം എഴുതുന്നു, SSC നോട്ടീസ് അയച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ ഒരു ആധാർ പോളിസി SSC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ആധാർ കാർഡ് ബേസിൽ നമ്മളെ പരിശോധിക്കുകയാണ്. നമ്മളെ ഫിംഗർ പ്രിൻറ്റ് എന്തായാലും അവിടെ എടുക്കുന്നുണ്ട്. ബട്ട് ആധാർ ഒതൻറ്റിഫിക്കേഷൻ ആ ഒരു രീതിയിലായിരിക്കും ഇനി മുന്നോട്ടേക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് ആധാർ ബേസിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി നൽകിക്കൊണ്ടായിരിക്കും ഇനി മുന്നോട്ടേക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. എക്സാം ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും എല്ലാത്തിലും ഉണ്ടാകാമെന്ന് നമുക്ക് SSC ഇവിടെയുള്ള ഈ ഒരു അപ്ഡേറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആധാർ വെച്ചിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറയാം, എന്നിട്ട് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ആധാർ കാർഡ് വെക്കാതെയാണ് നിങ്ങൾ വൺ ടൈം OTR ചെയ്തിട്ടുള്ളത്. അത് മാറ്റാനും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഈ മാസം 31 വരെ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആധാർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങളുടെ പേര് തെളിയിക്കാൻ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അത് കൊണ്ടുപോണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് തെളിയിക്കാൻ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിലും എന്തുണ്ടാവില്ല, ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ചിലപ്പോൾ വേറെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടി വരും. ഇൻക്ലൂഡ് അതിലുണ്ടെങ്കിലും ചിലപ്പോൾ അവർ വേറെ ചോദിക്കാം. അതുകൊണ്ടാണ് ആധാർ തന്നെ വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2-3 തവണ എഴുതുന്നതിൽ നിന്നൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് കാണാം. അപ്പോൾ ഇവിടെ GD കോൺസ്റ്റബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, GD കോൺസ്റ്റബിൾ 2025 ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ എഴുതി നിൽക്കുന്ന GD കോൺസ്റ്റബിൾ. അപ്പോൾ ആ ഒരു GD കോൺസ്റ്റബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ വർഷവും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ഒരുപാടല്ല കുറച്ച് പേരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് SSC നോട്ടീസ് അയച്ചിട്ടുണ്ട്. 20-ാം തീയതി മുതൽ പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ഈ ഒരു കേരള റീജിയൻ, ഈ ഒരു സ്ഥലത്തൊന്നും അധികം അങ്ങനെ ആർക്കും, എനിക്കറിയില്ല, അധികമല്ല ആർക്കും തന്നെ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും അങ്ങനെ നോട്ടീസോ മെയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് അതിനെപ്പറ്റി കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ടേക്ക് നോർത്ത് സൈഡിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അങ്ങോട്ടേക്ക് ഇങ്ങനൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. ആ ഒരു നോട്ടീസിൽ പറയുന്നത്, നിങ്ങൾ ഒന്നിൽ തവണ കൂടുതൽ പരീക്ഷ എഴുതാൻ കയറിയതായിട്ട് SSCൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ കാരണമാണ്, നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്, 2 തവണ എക്സാം എഴുതിയിട്ട്, അങ്ങനെ പല കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നിൽ തവണ കൂടുതൽ എക്സാം എഴുതാൻ കയറിയിട്ടുണ്ടല്ല, മറ്റേ ചീറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസിന് 15 ദിവസത്തിനുള്ളിൽ, 50 days ആണ് കൊടുത്തിട്ടുള്ളത്, 15 ദിവസത്തിനുള്ളിൽ SSCക്ക് റിപ്ലൈ അയക്കണം. ഇനി ഒരു പക്ഷേ റിപ്ലൈ അയച്ചിട്ടില്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ എന്താണ്, അവരെ ബാൻ ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. ആ ഒരു റീസൺ, അവർ പറയുന്ന റീസൺ വാലിഡ് അല്ലെങ്കിലും ബാൻ ചെയ്യാനുള്ള സാധ്യത 7 വർഷത്തേക്കാണ് അറിയാൻ സാധിച്ചത്. 7 ഇയറിലേക്ക് എന്താണ്, അവർക്ക് പിന്നീട് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു വിവരമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചീറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇത്രയും സെക്യൂരിറ്റിൻ്റെ ഇടയിൽ എങ്ങനെ ഇതുവരെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി എനിക്ക് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് കാരണമാണ് നമ്മുടെ റിസൾട്ട് ഡിലേ ആവുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ റിസൾട്ട് വരേണ്ട സമയം കഴിഞ്ഞു. ഞാനും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. റിസൾട്ട് വരേണ്ട സമയം കഴിഞ്ഞു, ഇത്രയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അടുത്ത മാസം 5-ാം തീയതിൻ്റെ അടുത്തായിരിക്കാം ഏകദേശം എന്താണ് ഈ ഒരു ഡേറ്റ് തീരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താണ്,
ഇവരെല്ലാവരും ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടില്ലേ, ഇവരെല്ലാവരും എന്തുണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ ഇവർ ചീറ്റ് ചെയ്യുന്നത് എന്തിനാ, ഈ ജോലി പെട്ടെന്ന് കിട്ടാനല്ലേ. അപ്പോൾ ഇവർ ഏതെങ്കിലും രീതിയിൽ എന്താണ് 7 വർഷം എന്തായാലും ഡീബാർ ചെയ്ത ഈ GD പോലത്തുള്ള എക്സാം എഴുതാനേ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്തായാലും എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഈ 15 ദിവസം എന്നുള്ള ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും, അല്ല പലരും കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്താ റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടാണ്, ഇന്നലെ നമ്മൾ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഡീറ്റെയിൽസ് ജെനുവിൻ ആണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പറയാനുള്ളത് അവിടെ ചീറ്റ് ചെയ്തത് ഇതിൻ്റെ കാരണം കൊണ്ട്, ഒന്നാമത്തെ കാരണം അതാണ്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അറിയിക്കാം. അപ്പോൾ റിസൾട്ട് എന്തായാലും അല്പതാമസം ഉണ്ടാകും. ഇനിയും ഒരുപാടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അല്പതാമസം. ഈ ഒരു പ്രൊസീജിയർ കഴിയുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് മുമ്പിലേക്ക് കാണുന്നത്. മറ്റെന്ത് അപ്ഡേറ്റ് കിട്ടിയാലും നിങ്ങൾ ഇതുപോലെ തന്നെ അറിയിക്കുന്നതായിരിക്കും. പലരും ചോദിക്കുന്നുണ്ട് SSCൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്, GD കോൺസ്റ്റബിളിൻ്റെ മാത്രം അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊരു അപ്ഡേറ്റ് കിട്ടിയാലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യുന്നില്ല. നിങ്ങൾ ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇടുന്ന അപ്ഡേറ്റുകൾ, ഇപ്പം ഒന്നാമത് തന്നെ നമ്മൾ കാണിച്ചില്ലേ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്, ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് പലരും മിസ്ലീഡിംഗ് ആയിട്ട് ചിലപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിസ്ലീഡിംഗ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ജെനുവിൻ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഓളിൽ ഇടുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. GD യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.